Mic test. Hello. അറിയിപ്പുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ഒരു താക്കോല് ഇവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആരുടെ തന്നെയാണെങ്കിലും വേദിക്ക് പിന്നിൽ വന്ന് മേടിക്കേണ്ടതാണ്.
ഹലോ 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 പ്രിയമുള്ള മംഗലം നിവാസികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, വളരെ അപൂർവമായ ഒരു വേദിയാണിത്. സദസ്സ് അവിടെ നിൽക്കട്ടെ. കാരണം ഈ തീരപ്രദേശത്ത് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അരങ്ങുണർന്നിരിക്കുകയാണ്. നമ്മൾ വലിയൊരു ഭാരം ഇന്ന് ഇവിടെ വന്ന് സമ്മാനം വാങ്ങിയവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നാട്ടുകാർ. മറ്റൊന്നുമല്ല, അത് PM ആന്റണിയുടെ പ്രഥമ പുരസ്കാരമാണ്. വളരെ ചെറിയൊരു ട്രോഫി ആണെങ്കിലും ഷീൽഡ് ആണെങ്കിലും നമ്മൾ അവരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അവർ തിരിച്ചിവിടെ വരുമെന്നും ഈ വേദിയിൽ നല്ല നല്ല നാടകങ്ങളുമായി എത്തിച്ചേരുമെന്നും നമ്മൾ ഒരുമിക്കുമെന്നും പ്രതീക്ഷിക്കാം. അധികം സംസാരിക്കുന്നില്ല. സ്ത്രീകളൊക്കെ പുറകോട്ടിരിക്കുന്നതിനാണ് ഒരു സംശയം മാത്രം ബാക്കിയാക്കുകയാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം ഇവിടെ വന്ന് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി തന്നത്, കാണുമ്പോൾ ഇന്ന് മുഖത്ത് ചിരിച്ചതൊക്കെ ഇവിടെയുള്ള കൂടുതൽ സ്ത്രീകളായിരുന്നു. അത് പറയാതെ വയ്യ. അവരെന്തിനാണ് ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്ന നാടകം കാണാൻ വേണ്ടിയിട്ട്? അവരാണ് യഥാർത്ഥത്തിൽ സംഘാടകർ. ഞങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി തന്ന നൈജി ചേച്ചി ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ചായ നല്ല ചോദിക്കുമ്പോൾ ചായ ഉണ്ടാക്കി തരുന്ന ചേച്ചിമാരിവിടെയുണ്ട്. ഇവിടുന്ന് പുറകോട്ട് ഇരിക്കരുത്, നേരെ മുമ്പിൽ ഒന്ന് കയറി ഇരിക്കണം. നമ്മളാണ് സംഘാടകർ എന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് നമ്മുടെ നാടകവേദിയാണ്, ജനങ്ങൾ നാടകവേദിയാണ്. ഇവിടെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട വേദിയിൽ. PM ആന്റണി ഒരു വർഷം കൊണ്ടൊക്കെയാണ് ഒരു നാടകം പഠിപ്പിക്കാറ്. എന്നിട്ടാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവരെ ആശ്ചര്യപ്പെടുത്താറ്, അവരെ ആശങ്കപ്പെടുത്താറ്, അവരെ തീഷ്ടപ്പെടുത്താറ്. പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസം ഇവിടെ ഇങ്ങനെ ചെറിയൊരു വേദി ഉണ്ടാക്കുകയും അന്ന് ചെറിയൊരു കൂട്ടം കൂടിച്ചേരുകയും അന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയും അതിനുശേഷമുള്ള 3 മാസത്തോളം, ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസത്തോളം തൊഴിൽ ചെയ്ത് സാധാരണ തൊഴിൽ ചെയ്ത് അതിനുശേഷം വന്ന് ഒത്തുചേർന്ന് 11 മണി വരെ 12 മണി വരെ ഒത്തുചേർന്ന് പഠിച്ച നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വലിയ അത്ഭുതങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത് വലിയ അത്ഭുതമാണ്. നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്ന നിങ്ങളുടെ രവിദാസും നാനിപ്പിള്ളയും പ്രസന്ന ചേട്ടനൊക്കെ ഇവിടെ വരാൻ പോകുന്നത്. ശബ്ദം കേൾക്കുന്നതിന് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, പ്രസന്ന ചേട്ടാ കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. നമ്മൾ തമ്മിൽ യാതൊരു അന്തരമൊന്നുമില്ല ഇവിടെ. ഇതൊരു അത്ഭുതം ഉണ്ടാക്കുന്ന വേദിയാണെന്ന് പ്രതീക്ഷിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോ. പ്രസന്ന ചേട്ടാ ധൈര്യമായിട്ട് നിങ്ങൾ ഉച്ചത്തിൽ സംഭാഷണം പറയണം. നാനിപ്പിള്ളയോട് പറയണം, അണ്ണാ ഉച്ചത്തിൽ പറയണം, ധൈര്യമായിട്ട് പറയണം. ഇത് ഞാൻ ഈ നാടകം സമർപ്പിക്കുന്നത് PM ആന്റണിക്കല്ല. ഞാൻ ഈ നാടകം സമർപ്പിക്കുന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ PM ആന്റണിയുടെ മകൻ ആസാദിനാണ്. എന്റെ സുഹൃത്തുക്കളെ, ആസാദിനാണ്. നാടകത്തിന്റെ പേര് ആസാദി എന്നാണ്. മറ്റൊന്നും കൊണ്ടല്ല. അത് പറയാതെ വയ്യ. നാടകത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. നാടകം നിങ്ങൾ അനുഭവിച്ചാൽ മതി. അതെങ്ങനെയാണ് അങ്ങനെയാണ് അനുഭവിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടെ റിഹേഴ്സൽ ഇട്ട് നന്നാക്കി നമുക്ക് ഇവിടെ മൊത്തം ഓടി കളിക്കണം. അതവിടെ നിൽക്കട്ടെ. കാരണം ആസാദ് ഞങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് വേദികളിൽ നാടകം കളിക്കാൻ വന്ന ആളാണ്. ഞാൻ ആസാദിനെ വലിയ നാടകക്കാരായിട്ടാണ് കാണുന്നത്. ഒരു റിഹേഴ്സൽ പോലും എടുക്കാതെ പല നാടകക്കാരും വിട്ടൊഴിഞ്ഞ് അറിയിൽ നിന്ന് അടുക്കളയിൽ നാടകയാത്ര വിട്ടൊഴിഞ്ഞു പോയപ്പോ എല്ലാ ഭാരം ചുമക്കുകയും ഓരോ നടന്മാർ പിന്തിരിഞ്ഞു പോകുമ്പോ ഞങ്ങൾ കളിച്ചോളാർന്ന് കയറി കളിക്കുകയും ചെയ്ത വലിയ നടനായിരുന്നു, വലിയ നാടകമായിരുന്നു ആസാദ്. പക്ഷേ ആസാദ് വിട്ടുപിരിഞ്ഞു പോയതിൽ എനിക്കിവിടെ പങ്കിട്ട് ഞാൻ വ്യക്തമാക്കുകയാണ്. മറ്റൊന്നുമല്ല,
അതിന് ആസാദ് വിട്ടുപിരിഞ്ഞ് പോകുന്ന ഒരാഴ്ച മുമ്പേ ഞാൻ ഇവിടെ വന്ന് നിരവധി മണിക്കൂർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ഭൗതിക സാഹചര്യം അതിന് സാധ്യമായില്ല. വാടക വീട്ടിലായിരുന്നു താമസം. അല്ലെങ്കിൽ എൻ്റെ ഒരുമിച്ച് ഇപ്പോൾ ആസാദ് ഉണ്ട്, എനിക്ക് അത് ഉറപ്പുണ്ടായിരുന്നു. അപ്പോ ഒരു യുവാവ് ചിലപ്പോ അവന്റെ യുവത്വത്തിന്റെ ഒരു പിരമിഡിൽ നിന്നുകൊണ്ട് ചില സാമൂഹ്യ ആശങ്കകൾ പങ്കുവച്ചാൽ അവന് പക്ഷെ ആത്മഹത്യ ചെയ്യും. കാരണം അങ്ങനെ വ്യവസ്ഥിതിയാണ് ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ അച്ഛനും മരിച്ചപ്പോ ഇത്ര അധികം ആൾക്കാർ കടപ്പുറത്ത് മുഴുവൻ വന്നല്ലോ, എന്റെ ഡാഡി മരിച്ചപ്പോ ഇത്ര അധികം ആൾക്കാർ കടപ്പുറത്ത് മുഴുവൻ വന്നല്ലോ. പക്ഷെ ആർക്കും ഡാഡി ഇഷ്ടമല്ല. ഇവിടെ പള്ളിയിൽ മണി മുഴക്കിയിരുന്നു എന്ന് ഡാഡിക്കെതിരെ ആളാകെ വിറക്കിയല്ലേ പറയും എന്നോട്. മരിക്കാൻ പോകേണ്ട തൊട്ട് മുമ്പേ ഡാഡിയെ കുറിച്ച് ഏറെ ആശയങ്ങൾ മനുഷ്യൻ ആസാദ്. പക്ഷെ ഈ നാടകം ആസാദിന്റെ ജീവചരിത്രമൊന്നുമല്ല. ആസാദിനെ പോലെയുള്ള നൂറുകണക്കിന് യുവാക്കളുടെ ജീവചരിത്രമാണ്. അങ്ങനെ ആഗ്രഹം പ്രതീക്ഷിക്കുന്നു. ഇല്ല, നമുക്ക് അങ്ങനെ ആക്കണം. അത് കൂടുതൽ പറയാനില്ല. ഇത് നമ്മുടെ നാടകമാണ്. ഞാനിപ്പോ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇവിടുത്തെ മംഗലംകാരനാണ്. ഇനിയും ഞങ്ങൾ മംഗലക്കാരായി നാടകക്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് ഇനിയും ഇങ്ങനെ വേദികൾ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം. ഇതൊക്കെ ബാക്കി ഉണ്ടാകുകയുള്ളൂ. നമ്മളൊക്കെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് നമ്മുടെ ചരിത്രം എഴുതാം. അത് വലിയ വിശാലമായ ചരിത്രമൊന്നും ആയിരിക്കില്ല. വളരെ കാഴ്ചകളുടെ ചരിത്രമായിരിക്കില്ല. അതെ, ഈ നാടക പ്രോപ്പർട്ടിക്ക് 100 രൂപ ചെലവുള്ളൂ കേട്ടോ. നിങ്ങൾ മേടിച്ചു കൊടുത്ത പൈസയാണ്, അതിന് ബലമതിക്കണം. ഈ നാടക പ്രോപ്പർട്ടിക്ക് 100 രൂപയും ഓട്ടോ കാശ് 100 രൂപ 100-250 രൂപ ചെലവുള്ളൂ. അതുകൊണ്ടാണ് നാടകം ഞങ്ങൾ പരിമിതമായ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നാടകം കളിക്കുന്നത്. അതുകൊണ്ട് ഇത് മഹത്തരമായ ഒരു നാടകമാണ്, തൊഴിലാളി നാടകമാണെന്ന് പറഞ്ഞുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഹലോ ചെക്ക്. ഹലോ. തിര ചലനമാണ്. ജീവിതവും തിര കലുഷമാകാം. ജീവിതവും തിര ചലനമാണ്. ജീവിതവും തിര കലുഷമാകാം. ജീവിതവും. നാടകം ആസാദി.
കടലിലേക്ക് ഇറങ്ങി ചെല്ലണം, തിരയോട് മല്ലടിക്കണം. ജീവിച്ചിരിക്കുന്നവർക്ക് വായിക്കരിയിടാൻ വേറെ വഴിയില്ലല്ലോ. ആയുസ്സിൽ ഓമനെ ആവതില്ല, അംഗം കുറിക്കുവാൻ ഇനി ആവതില്ല. 66 കഴിഞ്ഞേ പ്രായം. കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും പോയി. ആയുസ് ഒടുങ്ങുവാൻ ഇനി എത്ര കാലം? കൊമ്പും മലയും എടുത്തു വെക്കാം. തെക്കോട്ടെടുക്കുവാൻ കാലമായി. തീരത്തിരുന്നിരി തിരയെണ്ണ തീരാ. ആയുസ്സിൽ ഓമനെ ഇനിയാവതില്ല. ഒരായുസ് മുഴുവനും അധ്വാനിച്ചു ജീവിച്ചു. ഓര നീരാക്കി ഇറ്റ് വീഴുന്ന വീർപ്പുപണികൾ ഈ മണ്ണിന് വളമാകുമെന്ന് കരുതി. പക്ഷേ ഇപ്പോഴും എന്നെ പോലെ തന്നെ ഈ നാടും ഒരു അസ്ഥിപഞ്ജരമായി മാറുകയാണോ? തിരയും ഇരവും ഇപ്പോഴും കലഹിക്കുകയാണോ? ജീവിതം സാക്ഷി, ജീവിതം സാക്ഷി. എന്റെയും നിന്റെയും നമ്മുടെ നിന്റെയും എന്റെയും ജീവിതങ്ങൾ തന്നെ സാക്ഷി.
സൂത്രധാരനാകാനായിരുന്നു ആഗ്രഹം. അഭ്യസിച്ചതല്ല, അവതരിപ്പിച്ചു നോക്കിയപ്പോ ഒരു കോമാളിയായി തീർന്നു. പക്ഷേ ഇപ്പോഴാരും ചിരിക്കാറില്ല. പിന്നെ കോമാളിക്ക് എന്ത് കാര്യം? അങ്ങനെ പരിഹാസ്യനായോട് ആടി തീർക്കാനൊരു വഴി കണ്ടെത്തി. വിചിത്രമായ മരണം. അത് കണ്ടിട്ടെങ്കിലും എല്ലാവരും ശരിക്കുമായിരിക്കും. പിന്നെ ചിന്തിക്കുമായിരിക്കും. ഒരു അസ്തമയത്തിലും ഒരിക്കലും ഞാൻ എന്നെ തേടി ഇവിടെ എത്തും. തീരാത്ത തിരയെണ്ണി പകലിന്റെ മടക്ക് മാറ്റി ചുവന്ന സൂര്യവട്ടം മാറുമ്പോഴോ ഞാനെങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഇരുട്ടിന്റെ ഗർഭപാത്രത്തിൽ കയറി ഒളിക്കും. ഈ ചൊരിമണല് ഞാനൊരു ശിശുവാണ്. പക്ഷേ ഈ മണൽത്തിട്ടയിൽ പതിയിരിക്കുന്ന കണ്ടുകൾ ഈ ഇരുട്ടത്ത് വന്നിട്ട് ഹൃദയമാംസങ്ങൾ കാർന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. നിന്റെ വയറ് കുത്തി കീറിയിട്ടാണെങ്കിലും ശരി, ഞാൻ എന്റെ ചൂണ്ട പുറത്തെടുക്കും. വിഴുങ്ങടാ. എന്റെ മരണത്തിൽ മറ്റൊരാളുടെ പങ്ക് അതെനിക്കിഷ്ടമല്ല. എന്റെ മരണത്തെ കുറിച്ച് എനിക്ക് എന്റേതായ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. വിചിത്രവും സർഗാത്മകമായൊരു മരണം, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിലില്ലാത്ത സൗന്ദര്യം ചാകാനെന്തിനാടാ? നീയും സൈദ്ധാന്തികളായാടാ. ഗുഡ് തോട്ട് ഓഫ് ദ സിറ്റുവേഷൻ. എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്റെയും മരണം വിചിത്രമായ മരണം. വാക്കിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. വാക്കും പ്രവൃത്തി, തിരയും തീരവും, ജീവിതവും മരണവും. അതെ,
ജീവിതം പോലെ തന്നെ ആകട്ടെ എന്റെയും മരണം. നിന്റെ തുരുമ്പെടുത്ത ചൂണ്ടകൾ വിഴുകുന്നു. നീ ആ കൂത്ത കുപ്പിച്ചില്ലുകൊണ്ട് എന്റെ വയർ കുത്തി കീറണം. നമ്മുടെ ജീവിതങ്ങൾ പോലെ തന്നെ വൈകൃതമായ മരണം. പുത്ര 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 കുമാരി, നീ ശരിക്കും ചാകാൻ തന്നെയാണോ ഇത് ചെയ്തത്? ഭ്രാന്തൻ കോമാളിയോട്. ആരാ കോമാളി? എടാ, നീ ആരോടെങ്കിലും ചിരിക്കാറുണ്ടാ? ഇവൻ ആരോടെങ്കിലും ചിരിപ്പിക്കാറുണ്ടാ? അപ്പൊ ഞാൻ തന്നെ കോമാളി. ആ എന്തെടുക്കാൻ വേണ്ട നീ എന്നെ എന്തെടുക്കാൻ വേണ്ട നീ എന്നെ എന്തെടുക്കാൻ വേണ്ട എന്തിനെന്നറിയാതെ പരസ്പരം ആക്രമിച്ച് ജീവിക്കുന്നവർ അല്ല, മരിച്ചു ജീവിക്കുന്നവർ. ാത്ത നാട്ടിൻപുറങ്ങൾ വൃദ്ധരിപ്പോഴും പർവ്വതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടാവാം. വിശ്രമമില്ലാതെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നാട്ടിൽ വെട്ടം പറ്റേണ്ട യുവത്വങ്ങൾ കാലപാലിച്ചവരായി മാറുന്നു. ദൈവത്തിന്റെ വെളിച്ചം, ദൈവങ്ങളാകേണ്ട ജനങ്ങൾ, കുമ്പാരികളെ, നിങ്ങൾ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? നിങ്ങൾ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ആസാനെ കണ്ടില്ലല്ലോ. കണ്ടില്ലല്ലോ. ആസാനെ ആസാനെ
ആസാസ് ഈ നാട്ടിൽ അവശേഷിച്ചൊരു യുവാവായിരുന്നു. ഇപ്പോൾ അവൻ ഒളിച്ചോടിയും. കടൽ അങ്ങനെയാണ് ചോദിച്ചാ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പലതും കൊണ്ടെത്തരും. പിന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തന്നതെല്ലാം അങ്ങോട്ട് പോകില്ല. അവനൊരു പ്രതീക്ഷ. ആസാദിന് ഇന്നലെ വൈകുന്നേരം സ്വന്തമായിട്ടാണ് ഈ കടപ്പുറത്ത് കണ്ടിരുന്നത്. അവനൊരു പ്രതീക്ഷയായിരുന്നു. നാം എല്ലാം തളർന്നു വീഴുമ്പോൾ പുഴ വീശി കുതിക്കുവാൻ ഒരു തലമുറ. പട്ടിപ്പണിയെടുത്ത് കൊടുക്കുക. മിണ്ടാണ്ടിരുന്ന് എന്തെങ്കിലും ചെയ്യടാ, അല്ലാണ്ട് നമ്മൾ ആരെ പ്രതീക്ഷിക്കാനടാ? രണ്ടുണ്ണാക്കന്മാരും കൂടി ഇവിടെ കിടന്നത് പണ്ടാരടങ്ങിയാണ്. താഴെ പൊഴിയിൽ കാണാമെന്നല്ലേ പറഞ്ഞത്. രണ്ടുപേരോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് കൂടിയില്ലെങ്കിലേ ഇനി ഒരിക്കലും നടക്കരുത് കേട്ടാ, പറഞ്ഞേക്കാം. മോനെ ആ എന്നറിഞ്ഞു നീ ഇല്ലാണ്ട് ഞങ്ങളങ്ങ് പണ്ടാരടങ്ങുവാണോ? അത് ശരി, നീക്കിങ്ങനെ പറയാനുണ്ടാ? അല്ലടാവേ, ആ നിന്റെ ഈ പേരൊന്ന് മാറ്റിക്കൂടെ? എന്താടാ ചാലി ഉണ്ണാക്കണോ ചാക്കോച്ചോ എന്തൊക്കെ ഇടറാ? കപ്പലണ്ടി പോലെ. രവിയെ കൂടുതലൊക്കെ തമാശക്കരുത് കേട്ടാ. ആ എന്നെ വിളിച്ചാൽ ആരും വരൂല, വന്നാലോ വായ തുറക്കൂല, വാ തുറന്നാലോ കമ്മിച്ചല്ലാതെ പിരിയൂല. അതാ കഥ നടപ്പ്, ഓർത്തോ? എന്താണ് അതിന് പരിഹരിക്കുന്നത്? നിനക്കൊന്നും പറയാനുണ്ടോ? ആ നാമൊക്കെ ഈ പ്രായത്തിൽ ആ ഇത് എന്ത് വെട്ടം വരുത്താനടാ? അതൊക്കെ മാറും, മാറണം, മാറ്റും. പണി അതില്ലേ എടാ കുമ്പാരികളെ, നമ്മുടെ നല്ല പ്രായത്തില് കളി കുറെ കളിച്ചവരല്ലേടാ നമ്മള്. ഈ കടൽ വെള്ളത്തിൽ ആ നമ്മളെത്ര കുടിച്ചവരാണ്. നമ്മൾ ചൊരിമണല് എത്ര പൊള്ളികളാടാ. കുമ്പാരികളെ, എനിക്ക് ഇപ്പോഴും ഒന്നിനും മറപ്പില്ല. പോയേക്കാം. പണി നീ പറഞ്ഞില്ലടാ? അവിടെ നില്ലടാ കുമ്പാരികളെ. അതേ കിടക്കണ ചട്ടിങ്കലോ. കുമ്പാരി, എനിക്കൊരാശ. എന്താണ്? ചാലിനെ നിന്റെ ചക്രത്തിൽ കാറ്റുണ്ടോ? പഞ്ചറൊട്ടിച്ച് ഡബിൾ സ്ട്രോങ് ആണ്. അടിക്കാൻ പറ്റും. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. 3 കോണിൽ നിന്നു വന്നേ ഇന്നലെ നാം പാടിയല്ലോ, നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. 3 കോണിൽ നിന്നു വന്നേ ഇന്നലെ നാം പാടിയല്ലോ, നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. പണ്ട് നാട് വാഴി തമ്പുരാക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്നേ. പണ്ട് നാട് വാഴി തമ്പുരാക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്നേ. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ. ഒരു തുഴ, 2 ചക്രം, പിന്നെ അധ്വാനം. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാനുള്ള ഈ യാത്ര തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇനിയും ശ്രമിക്കാം, വീണ്ടും ശ്രമിക്കാം, വീണ്ടും ശ്രമിക്കാം. ഏതറ്റം വരെയും പോകാമെന്ന് തീരുമാനിച്ചിരുന്നു. ഏതാഴക്കടലും കിടക്കാമെന്ന് അഹങ്കരിക്കുന്നവരാ. അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. കുമാരികളെ, എനിക്കിന്നും ഒന്നിനും ഒരു മടുപ്പില്ല. ഞാൻ എല്ലാത്തിനും തയ്യാറാണ്. പോയേക്കാം. മുന്നോട്ട്
താഴെ പൊഴിയിലേക്ക് താഴെ പൊഴിയിലേക്ക് പോടാ. താഴെ പൊഴിയിലേക്ക് 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 താഴെ പൊഴിയിലേക്ക്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കടപ്പുറത്ത് നിന്ന് അടിക്കും. ഞങ്ങള് ചിലപ്പോ ഇവിടെ തൂറും, ഇവിടെ പലതും കാണിക്കും. ഞങ്ങളുടെ കടപ്പുറം പോലീസാ. പോലീസൊക്കെ ഞങ്ങൾക്ക് എന്താ, പോലീസ് ഞങ്ങൾ ഓടണം. ഒന്ന് ഓടാ ഞങ്ങൾക്ക് നീയൊക്കെ പേടിച്ചുകളാ. ഇതിനൊക്കെ പേടിച്ചുകൾ തന്നെയാ. സ്വന്തം കടപ്പുറത്ത് നിന്ന് അടിക്കാൻ കഴിയില്ല. പിന്നെ നീയൊക്കെ എന്താണ് അവരിട്ടൊക്കെ നമ്മളൊക്കെ നമ്മള് തല്ലിയിട്ടുള്ളവന്മാരുണ്ടടാ. അപ്പൊ വേണ്ടല്ലേ. എന്ന് അവരിട്ടാ അവരുമായിട്ടുള്ള ഒരു ആയിരുന്നടാ. അതുകൊണ്ടാ പിന്നെ തള്ളി ഒന്ന് പോടാ. നമ്മുടെ കടപ്പുറത്ത് നമ്മള് കഴിക്കും. എന്തോ പോലീസാ. നീ പോലീസിനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേടാ. നമ്മൾ ഒരുപാട് പോലീസിനെ കണ്ടതാ. ഞങ്ങളെ ഗ്യാങ് എല്ലാവരും ഉണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? നിനക്ക് ഇവിടെ വരാൻ പറ്റുമോ? പറ്റിയല്ല. നീ എന്നാ തള്ളിയാണ്. നീ ഒന്ന് പോടാ. മുണക്കല്ലേടാ കൂടെ. മറ്റേ
എന്നിട്ടും നാം പോരാ, എന്നിട്ടും നാം പോരാ. വീട്ടിലും പോരാ, നാട്ടിലും പോരാ. പോരാ 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 പോരാ. അത് നേരാ, അത് നേരാ 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 നേരാ. നേരാ, അത് നേരാ, അത് നേരാ 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 നേരാ. നേരാ, അത് നേരാ, അത് നേരാ 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 നേരാ. നമുക്കൊന്ന് ഒരു ജില്ല ഒരു ഗ്ലാസ് അത് മതി. അതും നേരാണ് ചങ്ങാതിമാരെ, അതും നേരാണ്. എന്താ ഒരു 20 രൂപ തരാവോ ഒരു ഗ്ലാസ് മേടിക്കാൻ? കടലിറങ്ങി തപ്പടാ. അത് അന്നേരത്തെ 20 രൂപ. 20 ഈ കൊട്ടിയത് ചില്ലി ഗ്ലാസല്ല, ഞങ്ങളുടെ ജീവിതമാണ് ചേട്ടാ. ജീവിതമോ? നിനക്കൊക്കെ അങ്ങനെയൊന്നും ഉണ്ടോ? സ്വപ്നം കാണാനെങ്കിലും മനസ്സുണ്ടാക്കണം. അണ്ണന്മാര് പറഞ്ഞു വരുന്നതേ അതായത് മനുഷ്യ രൂപം ഉണ്ടായാൽ പോരാ, മനുഷ്യരാകണം. എന്നെ പൊന്നി ചേട്ടാ, നേർത്ത് പഴംപുരാണങ്ങളുടെ കഥകൾ പറഞ്ഞു ഞങ്ങളെ വെറുതെ കൊല്ലാക്കൊല ചെയ്യല്ലേ എന്റെ പൊന്നി ചേട്ടാ. ഞങ്ങളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. കടലിലെ വെള്ളം നിറച്ചത് നിങ്ങളാണെന്നല്ല പറഞ്ഞത്. അതെ ഈ മണ്ണിട്ട് തിരതെടുത്തത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലെ അപൂർവതരം ജീവികളെയാണ്, അപൂർവതരം ജീവികളെ. കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂ. ഇതാണ് ജോയിച്ചൻ എന്ന ജീവി. പണ്ട് കുറെ പുറാട്ട് നാടകങ്ങൾ കളിച്ച വീമ്പും പറഞ്ഞ് നാട്ടുകാർക്ക് ഭാരമായി ജീവിക്കുന്ന ഒരു ജന്തു. പല്ലിക്കൊന്നാലും ചാവാത്ത ഒരു കടൽ കിഴവൻ. ഇത് രവി, ഒരു ജലജീവി. ആയ കാലത്ത് വെള്ളത്തിലായിരുന്നു, കടൽ വെള്ളത്തിൽ കഥകൾ പറഞ്ഞ് കുപ്പി വരപ്പിക്കുന്ന മീനിക്കട വങ്കട. അതിന്റെ ഒരു ജീവിയെ കളിപ്പെടുത്ത അപൂർവതരം ജീവികള് കണ്ടോളൂ കണ്ടോളൂ. ഈ കൊലാടിനെ ഞാൻ ഇപ്പോഴാ പരിചയപ്പെടുത്താൻ. കേട്ടടാ, നീ ബുദ്ധിമുട്ടാ, ഞാൻ പരിചയപ്പെടുത്താം. ക്യാമറ ശരിക്കും പിടിക്കടാ. ചോദിക്കാം, ഞാൻ രവിയെ ഇങ്ങോട്ട് അടുത്ത് വന്നടാ, ഒരു കാര്യം പറയട്ടടാ. ഇങ്ങോട്ട് അടുത്ത് വാടാ. നമുക്കേ നമ്മളെ യുവന്മാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലാടാ. നന്നായിട്ട് പരിചയപ്പെടുത്തണം. ഞാൻ ഇപ്പോഴും എന്തിനും തയ്യാറാണ്.
എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോന്നു ഞാൻ. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോന്നു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. ഹലോ ഹലോ ചെക്ക്, ഹലോ 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 ചെക്ക്. പ്രിയമുള്ള കലാസ്നേഹികളെ, നിങ്ങൾക്ക് ആലപ്പുഴ സൂര്യകാന്തിയുടെ അഭിവാദനങ്ങൾ. പ്രിയരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു മണ്ടയിലേക്ക് സ്നേഹപൂർവ്വം പിന്നെ രചനയും സംവിധാനവും PM ആന്റണി. ഭർത്താവിന്റെ തുറച്ചു പറയുന്ന രോഷം അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടമല്ല നമുക്ക് വേണ്ടത്. ഒന്നെങ്കിൽ നിത്യ അടിമത്വം അംഗീകരിക്കുക, അല്ലെങ്കിൽ പോരാടി മരിക്കുക. നാടകം പാചകം ആവിഷ്കാരം PM ആന്റണി. സംസാരിക്കുന്ന പണിയായുധങ്ങൾ നിങ്ങൾ വിളിക്കുന്ന ഞങ്ങൾ അടിമകൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ ചാട്ടവാന്റെ സംഗീതം കേൾക്കാൻ ഞങ്ങൾക്കിനി മനസ്സില്ല. നിങ്ങളുടെ ചാട്ടവാറിന്റെ സംഗീതം കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. തിരിച്ചു വരും, കോടാനുകോടി കേൾക്കന്മാരെ തിരിച്ചു വരും, തിരിച്ചു വരും. കോടാനുകോടി കേൾക്കന്മാരെ തിരിച്ചു വരും. കോടാനുകോടി കേൾക്കന്മാരെ തിരിച്ചു വരും. ഈ മഹാമാരി കാലത്ത് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന പറയുന്നത്. പാവുന്നതല്ലേ ബുദ്ധി. അതെ, പഠിക്കാം. തിരിച്ചു വരും. കോടാനുകോടി കേൾക്കന്മാരെ തിരിച്ചു വരും. അഭിനയവും ജീവിതവും തിരിച്ചറിയാൻ വയ്യാത്ത മണ്ടന്മാർ. പോലീസ് ഓടിക്കാം. എന്തിനാ ആരാടാ കൂട്ടം കൂടുന്നത്? ഇടയ്ക്കിടെ ഇവിടെ കൂട്ടം കൂടുന്നത്? പറയടാ. എവിടേക്കാടാ നീ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകുന്നത്? പറയാം. പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ആഴക്കടലിലേക്ക് പോകാറുണ്ട്. പറയടാ. രാത്രി ആരാടാ ഇവിടെ ആസാദി എന്ന് വിളിച്ചു പോവിയത്? പറയടാ. പറയാൻ ഇന്നലെ ഞങ്ങൾ നീ വിട്ടത് നിന്നോട് ചോദിച്ചില്ല. നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറഞ്ഞാൽ മതി. നിനക്കൊക്കെ ഉള്ളത് ഞാൻ പുറകെ കേട്ടാ. അപ്പൊ ഇവരെ കൈകാര്യം ചെയ്യണം കേട്ടോ. ചെമ്മീൻ കഴിഞ്ഞാൽ ചട്ടികളെ പോകത്തോ? സാറേ, എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടെ കയറുമെന്ന് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതൊക്കെ ചോദിക്കാൻ നീയാണോ? ആസാദി ആസാദി എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയോണാ നിനക്ക്?
നിനക്ക് അറിയാണോ? ആസാദി ആദ്യം ഉയർന്നത് കാശ്മീരിലായിരുന്നു. ഭരണകൂടത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെ
मनुवाद से आजादी। ആരിൽ നിന്നാണ് നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? പറയാൻ. പറയാൻ. ആരിൽ നിന്നാണ് നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? പറയടാ. 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 എന്തിനാണ് ഇയാൾ ഇങ്ങനെ ആക്രമിക്കുന്നത്? അതെ കൂടെ കൂടി ഇവിടെ കയറി വന്ന് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നത്? നീയൊക്കെ എന്തിനാണ് ഇവിടെ കാര്യം? ഇറങ്ങി വേണം ഇങ്ങോട്ട്. നിന്നോടൊന്നും ചോദിച്ചില്ല. ഇറങ്ങടാ. ഇങ്ങോട്ട് വാടാ. ഇവിടേക്ക് വാടാ. വരാ. സാറേ, ഇത് ഞങ്ങളുടെ കിടപ്പുറമാണ്. ചെമ്മിക്കാടിയില് തോളം ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനി ജയിലില് പറ ചട്ടിയില് ജയിൽ കെട്ടിനകത്ത് ഓർമ്മിച്ചോ? സാറേമാരെ, ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാവും. അതെ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും എന്തിനും തയ്യാറാണ്. ആര് വായിക്കണം? എന്ത് വായിക്കണം? എങ്ങനെ വായിക്കണം? എപ്പോ വായിക്കണം? ഞങ്ങൾ തീരുമാനിക്കും. വായിക്കണം. കേട്ടോടാ? പോടാ, പോടാ, വായിക്കണം. പോടാ. ദാ, ദാ, ഇന്നാളെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ വന്നോളാം. ഞങ്ങളുടെ പരിധി വിട്ട് പുറത്തു പോകരുത്. കേട്ടോടാ? കേട്ടോടാ? എല്ലാറ്റിനോടും കൂടിയാ. ചെയ്ത തെറ്റെന്തെന്നറിയാതെ തന്നെ കൊണ്ടുവന്നേക്കാൻ നല്ലത് സുന്ദരമായ മരണമല്ലേടാ. ഇന്നാടാ ഇന്നാണ് നിന്റെ ചൂണ്ട. ഇന്നാടാ നീ വിളിക്കടാ. ഇന്നാ വിളിക്കടാ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി മരണമാണോ? മരണം. മരണം. രക്തസാക്ഷിത്വം മഹത്തരമല്ലേ? സ്വാതന്ത്ര്യം ആരുടെ ഔദാര്യമല്ല, നല്ല മനുഷ്യനാവാനുള്ള ഇലക്കാത്തൊരു അന്വേഷണമാണ്. എത്ര വർധനകളാണ് നാം ഓരോ ദിവസം അനുഭവിക്കുന്നത്. ജീവിതം തന്നെ ഇന്ന് സഹജീവികളോടുള്ള വെറുപ്പും വിദ്വേഷവും വിശ്വാസമില്ലായ്മയും മാറി മാറി ഒരു ഭീകരജീവിയായി മാറിയിരിക്കുന്നു മനുഷ്യൻ. അസാദി മോചനമെവിടെ? അതിജീവനം. അതിജീവനം.
അറിഞ്ഞ എന്താടാ തെക്കേ വീട്ടിൽ അമ്മടിച്ചേച്ചില്ലേ ആ ജോസഫ് എന്നോട് ഭയങ്കര തന്നെ എന്താണപ്പാ? കാരണം എന്താണെന്നറിയാമോ ആ. അമ്മടിച്ചേച്ചിക്ക് സാന്ത്വനം കാണണം ആ ജോസഫ് എന്നെ കുടുംബവിളിക്ക് കാണണം ദേ പൊറിഞ്ഞ തല്ലി അമ്മടിച്ചേച്ച ചവിട്ടി ദേ കിടക്കരുത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആ എസ് പി ഉണ്ടല്ലോ അവള് കഴിഞ്ഞ ദിവസം വൈകിട്ട് അവളെ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്യേ ചേട്ടോ ചേട്ടനെ ഇപ്പൊ കാണണം ഇല്ല ഞാൻ അങ്ങോട്ട് വരും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് എന്താ കാര്യം എന്താ കാര്യം നമ്മളെ വിൻസെന്റിന്റെ മോനില്ലേ ആ വിൻസെന്റിന്റെ മോൻ അവനുമായിട്ട് രശ്മിക്ക് ഒരു ലിങ്കിടില്ല സംഗീതമാണ് പറയാനുള്ളത് പറയാനെനിക്ക് ഒരു സംഗീതത്തിന്റെ പിൻബല ആവശ്യമില്ല അങ്ങനെ അല്ലടാ അത് മനുഷ്യന്റെ ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കാൻ ഏത് വഴി സ്വീകരിക്കാം ഹൃദയത്തിന്റെ താളം അതിനുണ്ടായിരിക്കണമെന്ന് മാത്രം ഭയം വേദന വിശപ്പ് ഇതിനെവിടെ താളം നിറമില്ല സൗന്ദര്യമില്ല ഐരൂപ്യമായ ലോകം വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന കാലത്തേക്ക് ഒന്ന് ഒത്തുചേരാനെങ്കിലും ഒരു താളം കണ്ടെത്തണം നിന്നോട് സംസാരിച്ച് ജയിക്കാൻ എനിക്കാവില്ല താളം പക്ഷെ എങ്ങനെ അതിനാദ്യം വേണ്ട നിർത്ത് ഞാനെന്തിന് വീണ്ടും വേണം നിന്നോട് സംസാരിക്കണം നീ എന്നെ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത് ആരെങ്കിലുമൊക്കെ പിന്തുടരേണ്ടവരാണ് നീയെന്ന് നീ നിന്നെ തന്നെ വിലയിരുത്തിയോ വീണ്ടും നീ പരാജയപ്പെട്ടവരായി മാറുന്നു വീണ്ടും നിന്റെ സംസാരവും സംവാദവും ഇല്ലാതെ എന്തു സാമൂഹ്യ മാറ്റം ധീരം അതെ ആരാണിത് ഞാൻ എന്തിനാണ് നിന്റെ കൂടെ എപ്പോഴും നീ എന്തിനാണ് എന്റെ കൂടെ എപ്പോഴും ശാന്തമായിരിക്കും ശാന്തം 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 അസ്വസ്ഥതയുള്ള മനസ്സിലെ പുതുമ കിടക്കൂ ആഴക്കടലിൽ തിരകൾ ഇളകില്ല വീണ്ടും നീ ശാന്തം 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 ശാന്തം
ആരാണിവർ? ഇവരിൽ ഒരാൾ മറ്റൊരാളുടെ ആരാണ്? അങ്ങനെ ഒരു സംശയം കാണുന്നവർക്കുണ്ടാകും. പഴയകാല നാടകങ്ങളിലാണെങ്കിൽ ഒരുവന്റെ മനസാക്ഷിയാണ് രണ്ടാമനെന്ന് പറയാം. ചൂണ്ടക്ക് ആസാദ് എന്ന പോലെ. അല്ല, ഇവരിൽ ആരാണ് കേന്ദ്ര കഥാപാത്രം? അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാത്തിനും ഉത്തരം തരേണ്ട വേദിയല്ലല്ലോ ഇത്. ഉത്തരം തരേണ്ടവർ ഉത്തരം തരാറുമില്ല. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജീവിതം നാടിന് വളമായില്ലെങ്കിൽ ഈ അസ്ഥികളെങ്കിലും ഞണ്ടുകൾ കാർന്നു തിന്നട്ടെ. ആരാരും അറിയപ്പെടാത്ത മനുഷ്യർക്ക് എന്ത് അന്ത്യകുതാശ, എന്ത് ബലി! എന്റെ മരണ കാർമ്മികനും ഞാൻ തന്നെ. ഇവിടെ ഈ തീരത്ത് 6 അടിക്കൊരു കുഴിയെടുക്കും ഞാൻ. എങ്കിലും ഞാൻ ഓർത്തു പോവുകയാണ്, സ്റ്റാലിനും ജോലിയും രവിയുമൊക്കെ കാത്തിരിക്കുന്നത് പോലെ ഒരു പരുത്തിച്ചെടിയെങ്കിലും എന്റെ മൃതശരീരത്തിൽ മുളപൊട്ടിയെങ്കിൽ ചാവാൻ പോവുകയാണോ കിളവൻ? കൊല്ലാം. ഒരു തരി മണ്ണ് പോലും ഈ ഒന്ന് എന്റെ കുഴിയിൽ ഇട്ടുപോകരുത്. വല്ല പട്ടിയും കുഴി മാന്തി കുഴി മൂടിക്കോളും. വെട്ടിക്കോ വെട്ടിക്കോ, വലിയ കുഴി തന്നെ വെട്ടിക്കോ, ഒരു തെമ്മാടി കുഴി തന്നെ വെട്ടിക്കോ. എന്നിട്ട് ഇവിടെ വെളിച്ചം വരുത്താൻ നടത്തുന്ന കുറെ കിലോമാരുണ്ടല്ലോ, എന്താണ് രവിയും സ്റ്റാലിനും രവിയച്ചനും കൂടി ഈ കുഴിയിൽ അങ്ങോട്ട് മൂടിക്കോ. ഓ, എനിക്കുള്ള കുഴി ഞാൻ തന്നെ വെട്ടും. നിനക്കുള്ള കുഴി സ്വയം നീയൊക്കെ വെട്ടിക്കോ. എന്നിട്ട് ഇങ്ങനെ ജീവിതം ചീഞ്ഞ് നാറുമ്പോൾ ആ കുഴിയിലിറങ്ങി സ്വയം മണ്ണിട്ട് മൂടിക്കോ, സ്വയം മണ്ണിട്ട് മൂടിക്കോ. പോടാ പോ, സ്വയം മണ്ണിട്ട് മൂടിക്കോ. അതല്ലേ നാം ചെയ്യുന്നത്.
വെച്ചോ ഇല്ലാതായതുപോലെ. അല്ല, ലഭിച്ചനും ചോദിച്ചനും ചാലിച്ചനുമൊക്കെ ഈ തീരത്തിലൂടെ ഇവിടെ കൂടെ ഓടി നടക്കുമ്പോ ഇവിടെ ഒരാളനക്കം ഉണ്ടായിരുന്നു. നാമൊക്കെ അവരെ പരിഹസിച്ചിട്ടുള്ളല്ലാടാ. നമുക്ക് പരിഹസിക്കാനെങ്കിലും അവരുണ്ടായിരുന്നത് നമുക്കൊക്കെ ജീവിക്കാൻ ഒരു പ്രചോദനമായിരുന്നു. ഇപ്പോൾ അവരാരും ഈ തീരത്തേക്ക് പോലും വരാറില്ല. ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ആരും തിരക്കാറുമില്ല. നമുക്കവരെ അന്വേഷിച്ചാലോ? ആണോ? എന്തിന്? പരിഹസിച്ച് അവസാനം ശ്വാസം ഇല്ലാതാക്കാനോ? അങ്ങനെ ഏതോ തുരുത്തിലക്കരയിലും ഒരാളുണ്ടായിരുന്നു, ശോഭിക്കുന്ന മനസ്സുമായി. സ്വയം കുഴിവെട്ടി ചാവാൻ അത്രമേൽ ഒറ്റപ്പെട്ടെന്ന് തോന്നാൻ സകല ആശയും പ്രതീക്ഷയും പറ്റി ജീവിച്ചിരിക്കുമ്പോഴേ ശവമായി മാറാൻ നാം ഒന്നും ഒരു കാരണമായിക്കോട്ടെ. ഞാൻ ആസാദാണ്. നോക്കൂ, നമ്മുടെ താളത്തിന് വേഗം കൂടുതലാണോ? ചോറിനുള്ളിലോ കടന്നലികൾ ഇല്ല. നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാം. പരസ്പരം കലയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന വിഡ്ഢികളാകരുത് നമ്മൾ. ആസാദിനെ അത്രയേറെ ആക്രമിച്ചത് ഇവിടെയിട്ടാണ്. ഇന്നവരെ കാണാതായിരുന്നു. ആസാദിനെ കാണാതാകിയ സ്വാതന്ത്ര്യം ഇല്ലാതാകിയോ? അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ? ഓരോ തുരുത്തിനും കരയിലും ആസാദുമാരുണ്ടാകണം. നിലയെടുത്ത് നിൽക്കണം. ഞാൻ എന്നെ തന്നെ ആ പേര് ചൊല്ലി വിളിക്കട്ടെ. ആസാദ്!